ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ വറ ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, നീ എന്നെ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിപ്പിക്കണേ അല്ലാ. മിസ്കീന്മാരുടെ സംഘത്തിൽ നീ എന്നെ സമ്മേളിപ്പിക്കുകയും ചെയ്യണമേ. സുഖസൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് നബിയുടെ ഈ പ്രാർത്ഥന ചിന്താ വിഷയമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലുടനീളം കണ്ണോടിച്ചാൽ വിശപ്പിനെ നോമ്പുകൊണ്ട് മറച്ചതായും ദാരിദ്ര്യത്തെ ക്ഷമ കൊണ്ട് കീഴടക്കിയതായും കാണാൻ സാധിക്കും. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവിടുത്തെ മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിയായിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ നയനങ്ങൾ പലപ്പോഴും നിറയുമായിരുന്നു. കാരണം ഹബീബായ നബി തങ്ങളുടെ ജീവിതകാലത്ത് വീട്ടിൽ തുടർച്ചയായി 2 ദിവസങ്ങളിൽ ഭക്ഷണമുണ്ടാക്കുമാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആയിഷയുടെ നയനങ്ങൾ അങ്ങനെ അറിയാതെ ഒഴുകിപ്പോകുമായിരുന്നു. ധനത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ധനം നമ്മുടെ ഉഖ്റവിയായ ജീവിതം നഷ്ടത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ധനം സമ്പാദിക്കുന്നതും അതുപോലെ തന്നെ അത് ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലൂടെയാകാൻ നാം ശ്രദ്ധിക്കണം. അവിഹിതമായ ഉപജീവന മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ അമലുകൾ എങ്ങനെയാണ് സ്വീകാര്യമാവുക? നേരെ പോയില്ലെങ്കിൽ നീളം പോകൂല എന്ന് പഴമക്കാർ പറയാറുള്ളത് പോലെ ഹറാമായ ഉപജീവന മാർഗം മനുഷ്യൻ്റെ ദുന്യവിയായ ജീവിതത്തെപ്പോലും താറുമാറാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലൗകിക സുഖസൗകര്യങ്ങളിൽ മുഴുകി ലക്ഷ്യം വിസ്മരിച്ചു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അനശ്വരമായ പരലോകമാണെന്നോർക്കണം. ലളിത ജീവിതം നയിക്കുമ്പോൾ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിൽ കൂടുതൽ സമയം വിനിയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുവേ, നീ എന്നെ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിപ്പിക്കണമേ. മിസ്കീന്മാരുടെ സംഘത്തിൽ നീ എന്നെ സമ്മേളിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് മുഅ്മിനേ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്.